നമസ്കാരം. എല്ലാ സർക്കാർ ഓഫീസുകളിലെയും അറ്റൻഡൻസ് സംവിധാനം ഇനി മുതൽ പേപ്പർലെസ് ആക്കുകയും എല്ലാം തന്നെ ബയോമെട്രിക് പഞ്ചിംഗ് മുഖേന സജ്ജീകരിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ വളരെ വേഗത്തിൽ തന്നെ നടന്നുവരികയാണ്. ഇപ്പോൾ നടന്നുവരുന്നത് പഞ്ചിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള പഞ്ചിംഗ് ആണ്, നമ്മുടെ വിരൽ അടയാളം പതിപ്പിച്ചിട്ടുള്ള പഞ്ചിംഗ്. എന്നാൽ അതിനേക്കാൾ സാങ്കേതികവിദ്യ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ഇപ്പോൾ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. മിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും ഉടൻ തന്നെ ഈ സംവിധാനം നിലവിൽ വരുന്നതാണ്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഈ രീതിയിലുള്ള പഞ്ചിംഗ് നടപ്പാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ യൂസർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന്. എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തീർച്ചയായും ബയോമെട്രിക് പഞ്ചിംഗ്, മൊബൈൽ ഫോൺ മുഖേനയുള്ള ബയോമെട്രിക് പഞ്ചിംഗ് ആരംഭിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരള അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ നമ്മുടെ യൂസർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ യൂസർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചില്ല എങ്കിൽ നമുക്ക് ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ യൂസർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചാൽ നമുക്ക് ഒരു ID ലഭിക്കും. അപ്പോഴാണ് നമ്മൾ ബയോമെട്രിക് പഞ്ചിങ്ങിന് ആക്ടിവേറ്റഡ് ആയി മാറുന്നത്. അപ്പോൾ അതിന് 2 തലത്തിലാണ് ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഒന്ന് നോഡൽ ഓഫീസർ തലത്തിലും മറ്റൊന്ന് എംപ്ലോയി തലത്തിലും. ആ 2 കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അനുബന്ധമായി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം എങ്ങനെയാണ് യൂസർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നത് നോക്കാം. ഈ വീഡിയോയിൽ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരുടെ യൂസർ രജിസ്ട്രേഷൻ എങ്ങനെ പൂർത്തീകരിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ URL കോപ്പി ചെയ്ത് ഗൂഗിൾ ക്രോമിലോ മോസിലയിലോ ആ സെർച്ച് ബാറിൽ നമ്മൾ പേസ്റ്റ് ചെയ്തതിനു ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ഇത് കേരള അറ്റൻഡൻസിൻ്റെ എംപ്ലോയി രജിസ്ട്രേഷൻ പേജാണ്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഒന്ന് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മളിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അത് ആധാർ ബേസ്ഡ് ബയോമെട്രിക് പഞ്ചിങ് ആയതുകൊണ്ട് ആധാറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കായി ഇവിടെ ആധാർ തന്നെയായിരിക്കും ഡിഫോൾട്ടായി വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ എംപ്ലോയി നെയിമാണ് നൽകേണ്ടത്. അത് ആധാറിലുള്ളതുപോലെ തന്നെ നൽകുക. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ സഹിതം കൊടുക്കുക. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡേറ്റ്, മന്ത്, ഇയർ ആണ്. ഇതിന് ഇടയിലുള്ള സ്പേസിന് പകരം അവിടെ ഹൈഫനാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ നമ്മളിവിടെ സെലക്ട് ചെയ്തു. ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മുടെ ആധാർ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യുന്നത്. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് കൊടുത്തു. ഇനിയുള്ളത് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എംപ്ലോയി ടൈപ്പാണ്. നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നു. ഇനി ഡിവിഷൻ, നമ്മൾ ഏത് ഡിവിഷൻ, നമ്മുടെ DHS ആണോ DMO ആണോ ആ രീതിയിൽ, അതിൽ നമ്മുടെ DMO ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ DMO ഓഫീസിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കൊല്ലം സെലക്ട് ചെയ്തു. ഇനി ഡെസിഗ്നേഷനാണ്. നമ്മുടെ ഡെസിഗ്നേഷൻ നമ്മുടെ സ്പാർക്കിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. അത് നമ്മുടെ സാലറി സ്ലിപ്പ് നോക്കിയാലോ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സാലറി ബില്ല് നോക്കിയാലോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ഓഫീസിൻ്റെ പേരാണ്. ഓഫീസിൻ്റെ പേര് ശ്രദ്ധിക്കുക. നമ്മുടെ സ്പാർക്കിൽ ചിലപ്പോൾ PHC എന്നായിരിക്കും കിടക്കുന്നത്. എന്നാൽ ഇതിലത് മാറി FHC ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. FHC ആയിട്ടുള്ള സ്ഥാപനങ്ങൾ FHC എന്ന് തന്നെ ഉണ്ടാവും. ഇവിടെ ആൽഫബറ്റിക് ഓർഡർ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഓഫീസിൻ്റെ പേര് എൻ്റർ ചെയ്തു. ഇനി ഓർഗനൈസേഷൻ എംപ്ലോയി കോഡാണ്. എംപ്ലോയി കോഡ് എന്ന് പറയുന്നത് നമ്മുടെ പെൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ, കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഈ ഫോട്ടോ 180 KB താഴെയായി കംപ്രസ് ചെയ്ത് വെച്ചിരിക്കണം. ഫോട്ടോ നമ്മളിവിടെ ചൂസ് ചെയ്തു. ഇനി ഈ കൺഫർമേഷൻ കോഡാണ് കൊടുക്കേണ്ടത്. ക്യാപ്ച എൻ്റർ ചെയ്തു. ഇവിടെ ഈ ടിക്ക് ബോക്സ് നമ്മൾ എനേബിൾ ആക്കി അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇങ്ങനെയാണ് എംപ്ലോയി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ എംപ്ലോയി രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമൊക്കെ ഇത് മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് മാറിയേക്കും. എന്നാൽ ഇത് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലാണ് ചെയ്തത്. കമ്പ്യൂട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായി നമുക്കത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പരമാവധി ഇത് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ അറ്റൻഡൻസ് ID ഇത് നമുക്ക്
അറ്റൻഡൻസ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഈ അറ്റൻഡൻസ് ഐ ഡി എന്ന് പറയുന്നത് 8 ഡിജിറ്റുള്ള ഒരു സംഖ്യയാണ്. ഈ ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡിലെ നമ്മുടെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ 8 ഡിജിറ്റാണ് ഈ അറ്റൻഡൻസ് ഐ ഡി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അറ്റൻഡൻസ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അറ്റൻഡൻസ് പഞ്ചിങ് ആണ്. ഈ അറ്റൻഡൻസ് പഞ്ചിങ്ങിനായി 2 ആപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ആപ്പുണ്ട്. ആ ആപ്പ് നമുക്ക് കേരള അറ്റൻഡൻസ് എന്ന് പറയുന്ന ഈ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ തൽക്കാലം എംപ്ലോയി രജിസ്ട്രേഷൻ എല്ലാവരും പൂർത്തിയാക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഈ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.